ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ഹെയർ സ്പ്രേ ആണ് കാണിക്കുന്നത്. അത് നമ്മുടെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഹെയർ നല്ല സ്മൂത്തായിട്ട് വളരാനും അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് വളരാനും നല്ലതാണ്. അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ തലമുടിയൊക്കെ നോക്ക്, നല്ല സ്മൂത്തായിട്ടുണ്ട്, നല്ല തിക്കൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും നല്ലതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിൽ ഒരു ഒനിയൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഫ്രഷ് അലോവേര ജെൽ ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ ഫെനുഗ്രീക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നു വേണ്ട, ഇതേപോലെ ഗ്രൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് റോസ്മേരി ലീവ്സും കറി ലീവ്സും ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മളിപ്പോൾ ഗ്രൈൻഡ് ചെയ്തത് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ബോയിൽ ചെയ്തെടുക്കാം. 2 ഗ്ലാസ് എന്നുള്ളത് 1 ഗ്ലാസ് ആക്കി മാറ്റിയെടുക്കണം. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 2 ഗ്ലാസ് വെച്ചത് 1 ഗ്ലാസ് ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ എൻ്റെ തലയിൽ എണ്ണയൊക്കെ അപ്ലൈ ചെയ്തിട്ട് മസാജൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് വെച്ചത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിത് തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കുളിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് സമയമില്ലാത്തവർ ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് രാത്രിയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കിടന്നാലും മതി. ഇതിങ്ങനെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ തലയിലേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് മുടി വളരാനും നല്ല തിക്കായിട്ട് മുടി വളരാനും അതുപോലെ തന്നെ ഹെയർ ഫുൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഡാൻഡ്രഫ് മാറാനായിട്ടൊക്കെ നല്ലതാണ്. പിന്നെ ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഡെയിലി ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 1 വീക്ക് വരെയൊക്കെ ഇത് കേടാകാതിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ പിന്നെയും ഇതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചെറിയൊരു ഫാമിലിയിൽ അംഗമായിട്ട് മാറുകയും ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരാം. അതുവരെ ബൈ.